കാഞ്ചീപുരത്ത് സാരി മാത്രമല്ല കേട്ടോ കാണാനുള്ളത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കിങ് ഓഫ് കാഞ്ചീപുരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാഞ്ചീപുരം സാരി എക്സിബിഷൻ കം സെയിൽ. കല്യാണം എന്നാൽ കാഞ്ചീപുരം, കാഞ്ചീപുരം എന്നാൽ കല്യാൺ സിൽക്സ്. കിങ് ഓഫ് കാഞ്ചീപുരം എക്സിബിഷൻ കം സെയിൽ, കല്യാൺ സിൽക്സ്. പട്ടാമ്പി മണ്ഡലത്തിൽ കോൺഗ്രസിലെ ജീർണതയ്ക്കെതിരെയാണ് താൻ മത്സരത്തേക്ക് വരാൻ കാരണമെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹാരിസ് ബാബു പൈലിപ്പുറം പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പട്ടാമ്പി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു പക്ഷെ 6 വർഷമായിട്ട് ഞാൻ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധങ്ങളോ ഒന്നുമില്ല. എൻ്റെ വീട്ടിലും എൻ്റെ പരിസരത്തും എൻ്റെ ഡ്രസ് കോഡിലെല്ലാം എൻ്റെ ഉള്ളിൽ ഓടുന്ന രക്തത്തിന്റെ കളർ വലുപ്പം കോൺഗ്രസ് തന്നെ ആയിട്ട് വരുന്ന എനിക്ക് നിലവിൽ പറയാൻ പറ്റും. കാരണം കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ നാടിനും ഗ്രാമപ്രദേശങ്ങളൊക്കെ അത്രയും അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ്. അതിന് ജീർണത സംഭവിച്ചു. അതിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും അതുപോലെ യു ഡി എഫിൽ തന്നെ ഈ ലീഗിനും കോൺഗ്രസിനും എന്നുള്ള ഒരു പ്രയാസത്തിൽ സ്ഥാനാർത്ഥിത്വം കുറെ നീണ്ടുപോയ ഒരു സാഹചര്യമാണ് നമ്മുടെ പട്ടാമ്പി അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. എന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത് എൻ്റെ ഒരു സ്വതന്ത്ര നിലപാട് പാർട്ടി അനുകൂലികളായ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും അനുകൂലികളായ ഒരുപാട് ആളുകൾ എന്നെ പേഴ്സണലി ഫോണിലൂടെയും നേരിട്ടും അതിനുള്ള സപ്പോർട്ടും ഉറപ്പും എനിക്ക് തന്നത് കാരണമാണ് ഞാൻ ഈ സംവിധാനത്തിലേക്ക് വന്നത്. അതൊരു വോട്ടായി മാറണമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം അവർക്ക് അവരുടേതായ പ്ലാറ്റ്ഫോമിൽ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും വോട്ടിന്റെ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണെങ്കിലും ചിലപ്പോൾ വോട്ട് ചെയ്യേണ്ട ഒരു എനിക്ക് ഓഫർ തന്ന ആളെ ഉൾപ്പെടെ വോട്ട് ചിലപ്പോൾ UDF അധികാരം ചെയ്യാം. എന്നാലും ആ ഒരു ഊർജമാണ് എന്നെ ഇതിലേക്ക് കൂടുതൽ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്. ഇപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയായി പ്രചരണാർത്ഥം പട്ടാമ്പിയിലും അല്ലെങ്കിൽ മറ്റുള്ള 8 പഞ്ചായത്തിലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പഞ്ചായത്തിൽ തന്നെ എൻ്റെ വാർഡിൽ തന്നെ മുഴുവൻ ജനങ്ങളോട് ഞാനിത് സമീപിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞല്ലോ 90% സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ എൻ്റെ പ്രചരണം ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എനിക്ക് കിട്ടുന്ന ഒരു വോട്ട് ഞാൻ എങ്ങനെയാലും എനിക്ക് വോട്ട് ചെയ്യും. എൻ്റെ വോട്ട് മുതൽ എത്ര വോട്ട് കിട്ടുമോ അതന്നെയാണ് അതിന്റെ പ്രചരണത്തിന്റെ എനിക്കുള്ള ആസക്തി. കാരണം രാഷ്ട്രീയപരമായിട്ട് കഴിഞ്ഞ ടൈംസിൽ ഇന്നത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ടൈംസിൽ LDF ചെയർമാനായിരുന്നു. LDF ചെയർമാനായ ആള് ഒരു പ്രത്യക്ഷത്തിൽ ഇന്ന് UDF ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥി ആയിട്ട് മുമ്പോട്ട് പോണത്. അപ്പൊ ഇത്രയും ഒരു ജീർണത നമ്മുടെ രാഷ്ട്രീയത്തിന്, അതായത് ഒരു ചെറുപ്പക്കാരായ ആളുകൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്തിന്റെ ഒരു വിഭാഗം ജനങ്ങൾ ഇതിനൊന്നും പ്രചരണത്തിന്റെ ഭാഗമായിട്ട് യൂത്തിന്റെ ആളുകളെ കാണാം. പക്ഷെ ആളുകളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്, എന്നോടുള്ള സമീപനം, അല്ലെങ്കിൽ അവർ തരുന്ന ഓരോ സപ്പോർട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു സംവിധാനത്തെ കേരള രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനൊന്നും ഒരു ഭൂഷണമല്ല. കാരണം ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ബൂത്ത് തലത്തിൽ പാർട്ടി പ്രവർത്തനത്തിന് മുമ്പോട്ട് പോയി ആ പാർട്ടി സംവിധാനത്തിനെ എല്ലാ അടിവര വെച്ച് പാർട്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തി അവസാനം നമ്മളുടെ ഒരു ഉത്സവമാണ് ഇലക്ഷൻ എന്ന് പറഞ്ഞ സംഭവം. ഈ ഒരു സമയത്ത് ഇവരെല്ലാം തഴഞ്ഞ് ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഇന്ന് പുലർച്ചെ എന്താ സംഭവിക്കാൻ പറ്റുന്നില്ല ആ ഒരു ലെവലിൽ ഇന്ന് ഇലക്ഷൻ നടത്തുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒരു നോക്കൂത്തിയാക്കുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഒരു വികാരമല്ല, എന്നെ ഏൽപ്പിച്ച നൂറുകണക്കിൽ ആളുകൾ, അനേകായിരുന്നു ഞാൻ ഇതൊന്നും പറഞ്ഞത്, നൂറുകണക്കിൽ ആളുകളുടെ വികാരമാണ് എന്നെ ഈ സംവിധാനത്തിൽ എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യം വരും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദിക്കുന്നുണ്ട്, ക്യാഷ് കിട്ടിയിട്ടാണോ. ക്യാഷ് കിട്ടിയിട്ട് രാഷ്ട്രീയത്തിന് ഇപ്പോൾ നമുക്ക് ഇതിന് കൂടി പറയാം. 2 നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ പല ആളുകളും ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് സ്വയം മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. അവരൊന്നും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാനോ മറ്റുള്ളതോ കണ്ടില്ല. ഞാൻ എൻ്റെ ഈ ഒരു സംവിധാനം ഹൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് ഞാനിത് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ പിൻവലിക്കുമെന്നും ക്യാഷ് തന്നാൽ പിൻവലിക്കുമെന്നും പല ഓഫറുകൾ തന്ന പിൻവലിക്കുമെന്നും എന്നെ പരിഹസിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇതൊരു ക്യാഷ് രാഷ്ട്രീയത്തിനോ കാര്യങ്ങൾക്കോ അല്ല. എന്നെ സംവിധാനത്തിലൂടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതിന്റെ ഒരു പ്രതിഷേധം അറിയിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിലയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ പറയാം, ഇപ്പൊ കോൺഗ്രസ്സുകാരനെ അല്ലെങ്കിലും നീ എന്തിനാണ് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനെ. കോൺഗ്രസ് എന്നുള്ള അഡ്രസ്സ് നമ്മളെല്ലാവരും ഇന്ത്യ നിലയ്ക്ക് കോൺഗ്രസ്സുകാരായിരുന്നു ഒരു കാലത്ത്. അത് സ്പ്ലിറ്റായി പല രാഷ്ട്രീയ വിഭാഗം ചെയ്ത് അങ്ങനെ മാറിപ്പോയതാണ്. എന്നാലും കോൺഗ്രസ് ഇവിടെ ഉണ്ട് താനും. അപ്പൊ ആ ഒരു കുടുംബം എൻ്റെ വീട്ടിൽ നിന്ന് ഇന്നടക്കം ഓരോ പരിഹാസമായിട്ടാണ് നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ട് കിട്ടേണ്ട രാഷ്ട്രീയമല്ല ഞാൻ ഇതിൽ വിവാദം ചെയ്യുന്നത്. എന്നെ പോലത്തെ ചെറുപ്പക്കാർക്ക് ഇത്തരം പ്രതിഷേധത്തിലൂടെ ജനമധ്യത്തിൽ എത്താൻ പറ്റുമെന്നും പാർട്ടിനെ തിരുത്താനും പാർട്ടികളെ തിരുത്താൻ വേണ്ടി ഏത് പാർട്ടി ആവട്ടെ ഇങ്ങനത്തെ ഒരു
സംവിധാനം ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഭാഷ്യം. അപ്പോൾ ഈ ഒരു പ്രതിഷേധം ജനങ്ങളെ അറിയിക്കുവാനും, അതുപോലെ ഞാൻ നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്. പട്ടാമ്പി അസംബ്ലിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ എൻ്റെ ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ജയിക്കുമെന്ന് ഞാൻ പറയണില്ലല്ലോ. അപ്പൊ എനിക്ക് എത്ര വോട്ട് കിട്ടിയാലും വരുന്ന രാഷ്ട്രീയത്തിൽ ഭാവി എനിക്കുണ്ടെങ്കിൽ ആ വോട്ടാണ് എൻ്റെ അസറ്റ്. ജനങ്ങളുടെ കൂടെ എന്തൊരാവശ്യത്തിനും എൻ്റെ നാട്ടിലും പഞ്ചായത്തിലും ചെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. മാധ്യമങ്ങൾക്കും എന്നെ അറിയാം. പല സോഷ്യൽ വർക്കുകളും ആക്ടിവിറ്റിയിലും ഒക്കെ ഇടപെട്ടിട്ടുള്ള അവർക്കൊക്കെ ഓരോ പൊതുപദ്യത്തിലൊക്കെ ഞാൻ ഉണ്ടാകുന്ന ഒരാളുകളാണ്. കുടിവെള്ളമായിട്ടും മറ്റുള്ള ചാരിറ്റി ആയിട്ടും എല്ലാം. അപ്പൊ ആ ഒരു സംവിധാനം ഏത് ഒരു സമയത്തും ഈ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും ചെയ്യും. അതുപോലെ തിരുത്തലിന്റെ ആവശ്യമായ നടപടികളെ മുന്നിൽ ഞാൻ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്.